Today's topic is what about optimum capital structure? Optimum capital structure is a mixture of debt and equity where cost of capital or weighted average cost of capital is minimum. At the same time, value of the firm or shareholders' wealth or market value per share is maximum. This is the situation of optimum capital structure. Cost of capital is minimum and value of the firm is maximum. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു പ്രത്യേക തരത്തിലുള്ള ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആവുകയും വാല്യൂ ഓഫ് ദ ഫേം മാക്സിമം ആവുകയും ചെയ്യുന്ന ആ ഒരു പോയിൻ്റ്, ആ ഒരു സിറ്റുവേഷനെയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് മെയിൻറ്റെയിൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ഫേം. സ്റ്റാബിൾ ആയിരിക്കും ഫിനാൻസ്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അച്ചീവ് ചെയ്ത സ്ഥാപനങ്ങളിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഇല്ല എന്ന് അർത്ഥം. ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചറാണ് ഫിനാൻഷ്യൽ റിസ്ക് റിമൈൻസ് ലോ. ഫിനാൻഷ്യൽ റിസ്ക് കുറവായിരിക്കും. ഫണ്ടിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കും. ഷോർട്ടേജ് ഓഫ് ഫണ്ട് എന്ന ഒരു പ്രശ്നം ഉദിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. സെക്കൻഡ് ഫീച്ചർ ഈസ് ഫിനാൻഷ്യൽ റിസ്ക് റിമൈൻസ് ലോ. തേർഡ് ഫീച്ചർ ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ലീവറേജ് ഓഫേർഡ് ബൈ കോർപ്പറേറ്റ് ടാക്സ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇൻ അച്ചീവിങ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. ലീവറേജ് ഓഫേർഡ് ബൈ കോർപ്പറേറ്റ് ടാക്സ്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ലീവറേജ് ഓഫേർഡ് ബൈ കോർപ്പറേറ്റ് ടാക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെപ്റ്റ് ഫണ്ട് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഫിനാൻഷ്യൽ ലീവറേജ് ഉണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റ്, ഫിനാൻഷ്യൽ ലീവറേജ് എന്ന കൺസെപ്റ്റ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന കൺസെപ്റ്റുമായി കണക്റ്റഡ് ആണ്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ ലീവറേജ് കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലീവറേജിൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ടാണ് ഒരു സ്ഥാപനത്തിന് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യൽ ലീവറേജ് എന്താണെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. ടാക്സ് ഡിഡക്റ്റബിലിറ്റി ഉള്ളതുകൊണ്ട് ഡെപ്റ്റ് ഫണ്ട് കൂടുതൽ ഉപയോഗിക്കാനും അതുവഴി ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്താനും സ്ഥാപനത്തിൻ്റെ വാല്യൂ കൂട്ടാനും ഒക്കെ സാധിക്കുന്നു. നമ്പർ 4, ബോറോയിങ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഫേം ലീഡിങ് ടുവേർഡ്സ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ബോറോയിങ് സ്ഥാപനത്തിൻ്റെ വാല്യൂ കൂട്ടാനും അതുവഴി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് at optimum capital structure, weighted average cost of capital is minimum and market price of share is maximum. As you know, optimum capital structure is a structure where weighted average cost is minimum, weighted average cost of capital is minimum and market price of share is maximum. These are the features of optimum capital structure. First of all, financial stability, then financial risk low. Leverage offered by corporate tax is an important matter while discussing optimal capital structure. Then borrowing helps in achieving optimum capital structure. At optimum capital structure, weighted average cost of capital is minimum and market price of share is maximum. Now we have to check what are the various constraints while discussing the term optimum capital structure. First of all, appropriate debt equity mix is difficult to ascertain in true sense. യഥാർത്ഥത്തിൽ അപ്രോപ്രിയേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന ഒരു വസ്തുത കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. തിയറിറ്റിക്കൽ മാത്രമാണെന്നാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത്. Appropriate debt equity mix is difficult to ascertain.
In true sense, debt fund is this much, equity fund is this much. ഇങ്ങനെ കൃത്യമായിട്ട് 60% ഇക്വിറ്റി, 40% ഡെറ്റ്, ഇങ്ങനെ കൃത്യമായിട്ടൊരു അപ്രോപ്രിയേറ്റ് മിക്സ്ചർ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത്, കണ്ടെത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാവുമ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന കൺസെപ്റ്റ് വിശദീകരിക്കുന്ന സമയത്ത് ഇതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. ദ കൺസെപ്റ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് മോർ റിയലിസ്റ്റിക് ദാൻ ദ കൺസെപ്റ്റ് ഓഫ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന ടേമാണ് ഒന്നുകൂടെ റിയലിസ്റ്റിക്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ റിയലിസ്റ്റിക് ആണ് അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻ്റ് പ്രകാരം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതല്ല കൺസെപ്റ്റ്, അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ് എന്നുള്ളതാണ്. ഒരു ഒപ്റ്റിമം ലെവൽ ഒന്നുമില്ല, ഒരു അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ. അതിങ്ങനെ ഇറ്റ് ഈസ് വാരി ഫ്രം ഫേം ടു ഫേം, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് ബി ദർ, ബട്ട് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഷുഡ് നോട്ട് ബി ദർ എന്നതും ഒരു കൺസ്ട്രെയിൻ്റാണ്. അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ് റിയലിസ്റ്റിക്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അത്ര റിയലിസ്റ്റിക് ആയ ഒരു കൺസെപ്റ്റ് അല്ല എന്നും ഒരു കൺസ്ട്രെയിൻ്റായിട്ട് പറയാൻ സാധിക്കും. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ റയർലി ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്, സോ ദർ കനോട്ട് ബി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതും ഒരു കൺസ്ട്രെയിൻ്റാണ്. ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് വളരെ അപൂർവമായിട്ടേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. ഒരു സ്ഥാപനത്തിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ കാരണമായിട്ട് ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിലുണ്ടാവുന്ന മാറ്റം വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഒരു ആശയമേ ഉദിക്കുന്നില്ല എന്നും അഭിപ്രായപ്പെടുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറ്, ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ കാരണമായിട്ടാണല്ലോ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് ഉദിക്കുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ ഫലമായി ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിലുണ്ടാവുന്ന മാറ്റം വളരെ അപൂർവമായത് കൊണ്ട് തന്നെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന കൺസെപ്റ്റ് ഇല്ല എന്നും ഒരു കൺസ്ട്രെയിൻ്റായിട്ട് പറയാൻ സാധിക്കും. മറ്റൊരു കൺസ്ട്രെയിൻ്റാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രെഡിക്റ്റ് എക്സാക്ട്ലി ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ബിക്കോസ് factors that influence market value of equity share are highly complex. ഇനി നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയാതെ ടോട്ടലി ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. കാരണം ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഹൈലി കോംപ്ലക്സ് ആണ്. മാർക്കറ്റിൽ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂവിലുണ്ടാവുന്ന മാറ്റം പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. എന്ത് കാരണത്താലാണ് ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസിലുണ്ടാവുന്ന മാറ്റം എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ പല കാരണങ്ങളാൽ മാറ്റം സംഭവിക്കും. ചില പ്രത്യേക ഫാക്ടേഴ്സിനെ നിരത്താനോ കാരണം കണ്ടെത്താനോ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന കൺസെപ്റ്റ് അപ്രസക്തമാണ് എന്നും വാദിക്കപ്പെടുന്നു. ഇതുകൂടെ നോട്ട് ചെയ്യുക. ഡെപ്റ്റ് ഫിനാൻസിങ് ഓഫേഴ്സ് ദ ലോവസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂ ടു ഇറ്റ്സ് ടാക്സ് ഡിഡക്റ്റിബിലിറ്റി. However, too much use of debt increases the financial risk to shareholders and the return on equity. Thus, the company has to find the optimal point at which marginal benefit of debt equals the marginal cost. Generally, debt financing കൊണ്ട് സ്ഥാപനത്തിന് കിട്ടുന്ന നേട്ടം ലോവസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കാരണം ടാക്സ്
ഡിഡക്റ്റിബിലിറ്റി ലഭ്യമാണ് എന്നുള്ളതാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഡെപ്റ്റ് ഫണ്ടിന് കൊടുക്കുന്ന റിട്ടേൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ചാർജിങ് ഐറ്റമാണ്. പ്രോഫിറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന സ്ഥാപനങ്ങൾക്ക് ടാക്സ് റേറ്റ് കൂടുതലാണെങ്കിൽ ഡെപ്റ്റ് ഫിനാൻസിങ് കൊണ്ട് നല്ല ബെനിഫിറ്റ് ലഭിക്കും. എന്നാൽ ഡെപ്റ്റ് ഫിനാൻസിങ് കൂടുതൽ കാലം തുടരൽ അപകടകരമാണ്. കാരണം ഡെപ്റ്റ് ഫണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ റിസ്കിലേക്ക് എത്തിച്ചേരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയെ ബാധിക്കുകയും ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതും, മോർ ആൻഡ് മോർ ഡെപ്റ്റ് ഫണ്ട് ഉപയോഗിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയെ ബാധിക്കുകയും ഫിനാൻഷ്യൽ റിസ്കിനെ വിളിച്ചു വരുത്തുകയും ചെയ്യും എന്നും അഭിപ്രായപ്പെടുന്നു. അങ്ങനെയാവുമ്പോൾ എന്തു ചെയ്യും? കമ്പനി ഹാസ് ടു ഫൈൻഡ് ദ ഒപ്റ്റിമൽ പോയിൻറ്റ് അറ്റ് വിച്ച് മാർജിനൽ ബെനിഫിറ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽസ് ദ മാർജിനൽ കോസ്റ്റ്. തീരുമാനങ്ങളൊക്കെ എടുക്കാമല്ലോ. അതിനുവേണ്ടി കമ്പനിക്കൊരു ഒപ്റ്റിമൽ പോയിൻ്റ് കണ്ടുപിടിക്കണം. അവിടെ മാർജിനൽ ബെനിഫിറ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽസ് ദ മാർജിനൽ കോസ്റ്റ്. ഇപ്പോൾ ഡെപ്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്യണം. ഡെപ്റ്റ് ഫിനാൻസിങ് വേണം, എന്നാൽ വേണ്ട. ജനറലി വേണം എന്നാണ് നമ്മൾ പറയൽ. ഫിനാൻഷ്യൽ ലീവറേജിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി മോർ ആൻഡ് മോർ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യണം. എന്നാൽ ഇക്വിറ്റിയും വേണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ചർച്ച ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിരുന്നു. എന്നാൽ ജനറലി ഡെപ്റ്റ് ഫണ്ടാണ് ഫിനാൻഷ്യൽ ലീവറേജും ആൻഡ് ദർബൈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്തിച്ചേരാനൊക്കെയുള്ള വഴി തുറക്കുന്നത്. അതുകൊണ്ട് കമ്പനി ഹാസ് ടു ഫൈൻഡ് ദ ഒപ്റ്റിമൽ പോയിൻറ്റ് അറ്റ് വിച്ച് മാർജിനൽ ബെനിഫിറ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽസ് ദ മാർജിനൽ കോസ്റ്റ്. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.